ഇവിടെ നടപടിയെടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അവർ പരമാവധി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അകത്തിരിക്കുന്ന ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർ വാങ്ങിക്കുന്ന കൈക്കൂലിയുടെ പങ്ക് ഈ ഉന്നത തലത്തിലുള്ള സഖാക്കൾ പറ്റുന്നുണ്ട്. നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ്. എന്താണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ സർക്കാർ ആശുപത്രികളുടെയും തണല് പറ്റിയിട്ട് കച്ചവടം നടത്തുന്ന സഖാക്കളുടെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്കുള്ള സഹായ സഹകരണങ്ങൾ അകത്തിരിക്കുന്ന പല ഡോക്ടർമാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാർ വീഴ്ത്തുന്ന വീഴ്ചകളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭരണപരമായ സംരക്ഷണം ഒരുക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഈ പറയുന്ന സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകാത്തത്. ആ കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ബന്ധുക്കൾ അത് ഏറ്റുവാങ്ങില്ല എന്നാണ് പറയുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരായതുകൊണ്ടാണ് MLA പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടകം അങ്ങ് ഉത്തർപ്രദേശിൽ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയൻ വണ്ടിയും വിളിച്ച് പോകുന്നതാണ്. 10 ലക്ഷം രൂപയും കൊണ്ട് ഇതിനോടകം ട്രെയിനോ ഫ്ലൈറ്റോ കയറിയനെയായിരുന്നു. പക്ഷേ നമ്മളെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത്, നെടുമങ്ങാടിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഒരു ആദിവാസി വിഭാഗത്തിൽ കിടക്കുന്ന കുട്ടിയായതുകൊണ്ടാണ് അവരാരും തന്നെ ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരായിട്ട് നടപടി എടുക്കണം. നടപടി എടുക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. എപ്പോഴാണോ കുടുംബം പറയുന്നത് അവർക്ക് നീതി ലഭിച്ചുവെന്ന്, അതുവരെ ഞങ്ങൾ അവർക്കൊപ്പം ഇവിടെ തുടരും. കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു സ്ഥലം മാറ്റവും നിർബന്ധിത അവധി എന്നുള്ള നടപടി മാത്രമാണ് സ്വീകരിച്ചത്. അല്ല, പരസ്യശാസനം കൊടുത്താൽ മതിയായിരുന്നല്ലോ. സാധാരണഗതിയിൽ സഖാക്കളുടെ ഒരു ശൈലി അങ്ങനെയാണല്ലോ. പരസ്യശാസന, കണ്ണുരുട്ടി പേടിപ്പിക്കൽ, അതൊക്കെ അങ്ങ് AKG സെന്ററിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാൽ മതി. ഈ പൂതനെ ഇവിടുന്ന് പുറത്താക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. കുടുംബം പറയണം ഞങ്ങൾക്ക് നീതി ലഭിച്ചു, പറയുന്ന സമയത്ത് ഞങ്ങൾ പോകും. കുട്ടിയുടെ പിതാവ് അടക്കം പറയുന്നുണ്ട് 2 തവണയായിട്ട് 5000 രൂപയടക്കം ഈ ഡോക്ടർ വാങ്ങിയെന്നുള്ളൊരു സാഹചര്യം കൂടി. അവര് പൈസ വാങ്ങാതെ ഇവിടെ ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു പരസ്യമായ സത്യമാണ്. നിങ്ങൾ ഇറങ്ങി നെടുമങ്ങാട് ആരോട് ചോദിച്ചാലും ഇവരെ കുറിച്ചിട്ട് പറഞ്ഞു തരും. ഇവർ മാസം ഒരു 60 സർജറിയെങ്കിലും സെസറിയെങ്കിലും ഇവിടെ നടത്തുന്നുണ്ട്. 5000 രൂപ വെച്ച് 3 ലക്ഷം രൂപ ആ ഇനത്തിൽ മാത്രം ഇവർ പങ്ക് പറ്റുന്നുണ്ട്. ഇതിൻ്റെ പങ്ക് പറ്റുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സഖാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരെ ഇത്രയും നേരമായിട്ട് 24 മണിക്കൂറായിട്ട് ഇത്രയും സമരം ഇവിടെ നടന്നിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മടിക്കുന്നത്. ഈ ഒരു വിഷയം വിടൂ, ഞാൻ പറയുന്നത് അവർക്കെതിരായിട്ട് എത്ര ആരോപണങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരാൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ അറിയാമല്ലോ, പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ചുപോയ സിദ്ധാർത്ഥനുണ്ടല്ലോ, SFIക്കാർ കൊന്ന സിദ്ധാർത്ഥൻ. അതിനകത്ത് ആ കൊന്ന കേസിലെ വിദ്യാർത്ഥികളിൽ ഒരാളെന്ന് പറയുന്നത് ഈ ബിന്ദു സുന്ദറിൻ്റെ മകൻ കൂടിയാണ് എന്നാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അറിയുന്നത്. ഞാൻ അറിയുന്നതാണ്, കേട്ടറിയുന്നതാണ്. ബിന്ദു സുന്ദറിൻ്റെ മകൻ കൂടിയാണെന്ന് നല്ല ഉറപ്പല്ലേ ഇത്? അതെ, ബിന്ദു സുന്ദറിന്റെ മകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉന്നത സ്വാധീനത്തിലുള്ള പിടി എന്താണ്, ഇടതുപക്ഷത്തുള്ള പിടി എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ. അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്. ഒരു കുടുംബം ഏറെ നാളുകളോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞിനായിട്ടാണ് ആ കുഞ്ഞെത്തി. പക്ഷേ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത കൂടി ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുകയും. നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചയുണ്ട്. അവിടേക്ക് നോക്കിയാൽ ഈ ഹോസ്പിറ്റൽ 1920 പണി കഴിപ്പിച്ചതാണ്. ആ കെട്ടിടമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നെടുമങ്ങാട് ഒരു ജില്ലാ ആശുപത്രി തിരുവിതാംകൂറിൻ്റെ മുദ്രയോടുകൂടി ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ ആശുപത്രിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി എന്തിനാണ് പേര് കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ ജീവൻ എടുക്കുന്നതിൽ, ഇവിടെ വരുന്ന ആൾക്കാരെ ജീവച്ഛവമാക്കി വിടുന്നതിനകത്ത് 2 ആഴ്ചയാകില്ല ഞങ്ങളിവിടെ മറ്റൊരു വിഷയവുമായി വിട്ട് ഇതേ ഡോക്ടറാണ് മറ്റൊരു സർജറി ചെയ്ത് മറ്റൊരു സ്ത്രീയെ ജീവച്ഛവമാക്കി വിട്ടത്. ആ വിഷയത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ട് 14 ദിവസം തികയുന്നതിന് മുമ്പ് വീണ്ടും മറ്റൊരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന തലത്തിലേക്ക് അവരുടെ അനാസ്ഥ പോയിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ അവർക്കെതിരെ നടപടി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും നഷ്ടപ്പെടാതിരിക്കുമായിരുന്നു. 3 അംഗ മെഡിക്കൽ സംഘം എത്തി ഇവിടെ റിപ്പോർട്ട് തേടുന്നുണ്ടല്ലോ. 3 അംഗ സംഘം എത്തി ഈ ഒരു വിഷയത്തിൽ ഇവിടെ പരിശോധിച്ച് റിപ്പോർട്ട് 3 അംഗ സംഘം ഇവിടെ എത്തി. 3 അംഗ സംഘം അടങ്ങുന്ന ഡോക്ടർമാർ ഇവിടെ എത്തി പഠനം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അംഗങ്ങൾ എത്തിയതിൽ പ്രതീക്ഷയുണ്ടോ? അനുകൂല ഒരു നടപടി ഉണ്ടാകുമോ? അല്ല, പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നടത്തട്ടെ. അവർ ഇന്നലെ മുതൽ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.